الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: ليس الغنى عن كثرة العرض ولكن الغنى غنى النفس. ബുഖാരി 5965, ഇമാം മുസ്ലിം 1741. മനസ്സിൻ്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യമെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു, അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അറൾ വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. ഭൗതിക വിഭവങ്ങളിലെ വർധനവല്ല ഐശ്വര്യം, മനസ്സംതൃപ്തിയാണ് ഐശ്വര്യം. പ്രിയമുള്ളവരെ, മനുഷ്യൻ പൊതുവെ സമ്പത്തിന്റെ അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവെല്ലാം മറന്ന് സമ്പത്തിന്റെ പിന്നാലെ മാത്രം ഓടി നടക്കുന്നു. സമ്പത്തുള്ള ആളുകളെ മാത്രം സമൂഹത്തിൽ പരിഗണിക്കുന്നു, സമ്പത്തില്ലാത്ത ആളുകളെ പരിഗണിക്കാത്തൊരവസ്ഥ. സമ്പത്തുള്ള ആള് കാറിലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും, എന്നാൽ സമ്പത്തില്ലാത്ത ആളുകളാണെങ്കിൽ പരിഗണിക്കാത്തൊരവസ്ഥ. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: ഒരു താഴ്വര മുഴുവൻ അവന് സ്വർണം ലഭിച്ചാൽ അവൻ മറ്റൊരു താഴ്വര കൂടി സ്വർണം ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുമെന്നാണ്. ലാ ഹദ്ദുൽ ഇൻസാനി അസാസുൻ. മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ആഗ്രഹങ്ങൾക്ക് യാതൊരു അതിർവരമ്പുകളും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക എന്നതാണ് ഒരിക്കലും തീർന്നു പോവാത്ത നിധി എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. സമ്പത്തിന്റെ പിറകെ എല്ലാം മറന്ന്, പരലോകം മറന്ന്, ദീന് മറന്ന്, കുടുംബത്തെ മറന്ന്, സമ്പത്തിന്റെ പിന്നാലെ മറന്നു ഓടുമ്പോൾ യഥാർത്ഥത്തിൽ സമാധാനമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതിന്റെ അർത്ഥം സമ്പത്തുണ്ടാക്കണ്ട എന്നോ അങ്ങനെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്ന് ആരാധനകൾ മാത്രം ഒഴുകി കഴിയണമെന്നോ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹലാലായ രൂപത്തിൽ സമ്പത്ത് ഉണ്ടാക്കണമെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുക. അതുകൂടി നമ്മൾ ഈ ഹദീസിന്റെ കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. കാരണം സഹാബത്ത് പല ആളുകളും വലിയ ധനാഢ്യന്മാരായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ ആളുകൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ള ആളുകൾ. അബ്ദുറഹ്മാൻ ഔഫിന്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ രോമം ഇങ്ങനെ എടുത്തു പിടിക്കും. മക്കയിൽ വലിയ ധനാഢ്യനായുള്ള ആളായിരുന്നു. അദ്ദേഹം മദീനയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ധനവും അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒന്നുമില്ലാതെ മദീനയിലേക്ക് വന്നപ്പോൾ അൻസാരി അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇത്ര നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആ ധനത്തെയെല്ലാം നിരസിച്ചുകൊണ്ട്, നിങ്ങൾ എനിക്ക് ഈ അങ്ങാടിയിലേക്കുള്ളൊരു വഴി കാണിച്ചു തരൂ, ഈ ഇവിടുത്തെ അങ്ങാടി എവിടെയാണ് അതെനിക്ക് കാണിച്ചു തരൂ എന്നാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞത് എന്നാണ്. അങ്ങനെ അങ്ങാടിയിൽ പോയി അധ്വാനിച്ച് വ്യാപാരം നടത്തി അദ്ദേഹം പിന്നീട് വലിയൊരു ധനാഢ്യനായി മാറി എന്നാണ്. ആയിരക്കണക്കിന് ഒട്ടകങ്ങളും 700 കണക്കിന് കുതിരകളും അങ്ങനെ 10,000 ആടുമാടുകളും ഒക്കെയായി വലിയ ധനാഢ്യനായി അദ്ദേഹം മാറി എന്നാണ്. ആ ധനമൊക്കെ അദ്ദേഹം നല്ല രൂപത്തിൽ ഓരോ ഘട്ടങ്ങളാക്കി പല രൂപത്തിൽ അദ്ദേഹം ദാനം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, സമ്പത്തുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രൂപത്തിൽ അത് വിനിയോഗിക്കുവാനും
എല്ലാ നിലക്കും നമുക്ക് കഴിയുള്ളൂ. നേരെ മറിച്ച് സമ്പത്തിന്റെ പിന്നാലെ മാത്രം ഓടി ദുനിയാവിന് പരലോകത്തെ മറന്നുകൊണ്ടുള്ള ആ ഒരു ഓട്ടം ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. ആ സമ്പത്തിന്റെ പിന്നാലെ മാത്രം ഓടുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സമാധാനമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ ഭൗതിക വിഭവങ്ങളുടെ ആധിക്യം അത് ഐശ്വര്യത്തിന്റെ അടയാളമല്ല എന്നുള്ളതാണ്. ഭൗതിക വിഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കി, സമ്പത്ത് കുറേ ഉണ്ടാക്കി വിചാരിച്ച് അത് വലിയൊരു ഇതല്ല, അതൊരു വലിയ ഐശ്വര്യത്തിന്റെ അടയാളമല്ല. മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യമെന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്, അല്ലെ? ഒരുപാട് ബില്യൺ കണക്കിന് ആസ്തിയുള്ള ആളുകൾ, രത്തൻ ടാറ്റയെ പോലുള്ള ആളുകൾ, അത് അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുമ്പോൾ ഒരു സാധനം അവർ ഖബറിലേക്ക് വെക്കുന്നില്ല, ഒരു സാധനം അവർ കൊണ്ടുപോകണില്ല. അപ്പൊ ഈ ഉണ്ടാക്കിയ സമ്പത്തൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, പരലോകത്തേക്ക് ഉപകാരപ്പെടില്ല. അത് ഉപകാരപ്പെടുന്നതാണ് ഇവിടെ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെ യഥാർത്ഥ രൂപത്തിൽ വിനിയോഗിച്ച് അവന് നല്ല രൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അല്ലാതെ ഈ ലോകത്ത് വിഭവങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യത്തിന്റെ അടയാളമെന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി ഭൗതിക ലോകത്തെ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ തന്നേക്കാൾ താഴെയുള്ളവരിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നോക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം, 2 കണ്ണ്, അതേപോലെ നമ്മുടെ അവയവങ്ങൾ, രോഗമില്ലാത്ത നല്ല ആരോഗ്യമുള്ള അവസ്ഥ, ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഇതില്ലാത്ത എത്രയെത്ര ആളുകൾ, 70% ആളുകൾ ദാരിദ്ര്യത്തിലാണ് എന്നുള്ളതാണ്. പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്, അതേപോലെ പ്രയാസം അനുഭവിക്കുന്ന, രോഗത്താൽ പ്രയാസപ്പെട്ട് അവരിലേക്ക് നോക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. അല്ലാതെ ഒരുപാട് പണമുള്ള ആളുകളിലേക്ക് നോക്കരുത്, അങ്ങനെ നോക്കരുത് എന്നാണ് പഠിച്ചത്. അതായത് തന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കലും അസൂയ വെച്ച് പുലർത്തലും സമാധാനം നഷ്ടപ്പെടുത്തുമെന്നാണ്. തന്നെക്കാളും താഴെയുള്ളവരിലേക്കാണ് അവൻ നോക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സമാധാനം ഉണ്ടാകുന്നത്, അത് യഥാർത്ഥത്തിലുള്ള സമാധാനം എന്ന് പറയുന്നത് അത് മനസ്സിന്റെ സംതൃപ്തിയാണ് എന്നുള്ളതാണ്. ലൈസൽ ഗിന അൻ കസറത്തിൽ അർള് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. വിഭവങ്ങളിലെ വർധനവല്ല ഐശ്വര്യം, മനസ്സംതൃപ്തിയാണ് ഐശ്വര്യം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മനസ്സംതൃപ്തിയോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ് സമാധാനത്തോടുകൂടെ ആ മലക്കുകൾ നമ്മളെ വിളിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.